പ്രഭു, ഇതാണ് ആ അസുരനായ ദുന്ദുഭിയുടെ അസ്ഥികൂടം. സുഗ്രീവ, ഈ ചെറിയ അസ്ഥിക്കൂടത്തെയാണോ ആരെക്കൊണ്ടും ചലിപ്പിക്കാൻ കഴിയാത്ത രാക്ഷസന്റെ അസ്ഥിക്കൂടമെന്ന് പറഞ്ഞത്? കുമാര ലക്ഷ്മണ, ഈ രാക്ഷസന്റെ അസ്ഥികൂടം കാഴ്ചയിൽ സാധാരണയായി തോന്നിയാലും ഇത് ഇതുവരെയും ആരെക്കൊണ്ടും ചലിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. ജ്യേഷ്ഠ, വർഷങ്ങൾ ഒരുപാട് കഴിഞ്ഞിട്ടും ഈ രാക്ഷസന്റെ അസ്ഥിക്കൂടം അങ്ങനെ തന്നെ ഇരിക്കുകയാണല്ലോ. അതെ ലക്ഷ്മണ, ദുന്ദുഭി ഒരു അസുരനാണെങ്കിലും നല്ലവനായ മയന്റെ പുത്രനാണ്. അതുകൊണ്ടാണ് മൃത്യു വരിച്ചിട്ടും അസ്ഥികൂടമായ ഈ അവസ്ഥയിലും നമ്മുടെ പാദസ്പർശമേൽക്കുവാൻ വേണ്ടി കാത്തു കാത്തു കിടക്കുന്നത്. സുഗ്രീവ പ്രഭു, ഇതാ ഈ അസ്ഥികൂടത്തെ എന്റെ കാലിന്റെ പെരുവിരൽ കൊണ്ട് ഞാൻ ഉയർത്താം. ശ്രീരാമചന്ദ്രമൂർത്തി, അങ്ങയുടെ പാദസ്പർശം ഏൽക്കാൻ വേണ്ടിയല്ലേ ഇത്രയും കാലം ഞാനിവിടെ കാത്തു കിടന്നത്. ഇന്ന് ആ വലിയ ഭാഗ്യം എനിക്ക് ലഭിച്ചിരിക്കുന്നു ഭഗവാനെ. ആ മഹാഭാഗ്യം എനിക്ക് ലഭിച്ചു. ജയ് ശ്രീറാം, ജയ് ശ്രീറാം. ആരെക്കൊണ്ടും ചലിപ്പിക്കാൻ കഴിയാത്ത അസ്ഥികൂടം അങ്ങ് ചലിപ്പിച്ചിരിക്കുന്നു ഭഗവാനെ. സുഗ്രീവ പ്രഭു, ഇപ്പോൾ നിന്റെ സംശയങ്ങളിൽ ഒന്ന് തീർന്നുവല്ലോ. അടുത്തതായി ആ 7 വലിയ വൃക്ഷങ്ങൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് കാണിക്കൂ. കാണിച്ചു തരാം പ്രഭു. വന്നാലും പ്രഭു, വന്നാലും വന്നാലും. സുഗ്രീവ, നിന്റെ 2 സംശയങ്ങളും ഇപ്പോൾ തീർന്നുവല്ലോ. പ്രഭു, ദുന്ദുഭിയുടെ അസ്ഥികൂടം കാലിന്റെ പെരുവിരലാൽ എടുത്തുയർത്തിയും വളർന്നു നിൽക്കുന്ന 7 വൃക്ഷങ്ങളെയും അങ്ങയുടെ അമ്പുകൊണ്ട് തുളച്ചും അങ്ങാണ് വീരന്മാരിൽ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്നതെന്ന് തെളിയിച്ച് കാണിച്ചിരിക്കുകയാണ്. ഞങ്ങളുടെ സംശയങ്ങളെല്ലാം തന്നെ പരിപൂർണമായി തീർന്നിരിക്കുകയാണ്. പ്രഭു, പ്രകാശിക്കുന്നതിൽ മുന്നിൽ നിൽക്കുന്നത് സൂര്യൻ, മലകളിൽ ഉയർന്നത് ഹിമാലയം, വീരമുള്ള മൃഗങ്ങളിൽ ഒന്നാമൻ സിംഹം. ഇവയെല്ലാം എങ്ങനെയാണോ ഒന്നാമനായത്, അതുപോലെ ഈ പ്രപഞ്ചത്തിൽ പരാക്രമികളിൽ ഒന്നാമനായി അവിടുന്നാണ് ഏറ്റവും മികച്ചതെന്ന് ഞങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു. ഇനി യാതൊരു കാരണവശാലും ബാലിയെ ഭയക്കില്ല പ്രഭു, ഭയക്കില്ല. നല്ലത്. സുഗ്രീവ, നീ കിഷ്കിന്ധയിലേക്ക് ചെന്ന് ബാലിയെ യുദ്ധം ചെയ്യാൻ വിളിക്ക്. പ്രഭു, ഞാൻ തനിച്ചാ കിഷ്കിന്ധയിലേക്ക് പോയി കഴിഞ്ഞാൽ ബാലിയുടെ പടവീരന്മാർ തന്നെ എന്നെ വധിക്കുമോ എന്നുള്ളൊരു ഭയവും എനിക്കുണ്ട്. കിഷ്കിന്ധയിലേക്ക് പോകണമെന്നില്ല മഹാരാജൻ. നഗരത്തിന്റെ 4 ചുറ്റും പർവ്വതങ്ങളുണ്ടല്ലോ. അവയിൽ ഒന്നിൽ നിന്ന് വിളിച്ചു കഴിഞ്ഞാൽ മറ്റു പർവ്വതങ്ങളിലേക്കും ആ ശബ്ദം മുഴങ്ങിക്കേൾക്കും. ആ മുഴക്കം കേട്ട് ബാലി ഉറപ്പായും പുറത്തേക്ക് വരും. അതും ശരിയാണ്. അങ്ങനെ തന്നെ ചെയ്യാം. നിങ്ങൾ ഇരുവരും യുദ്ധം ചെയ്യുന്ന സമയത്ത് ഞാൻ ബാലിയെ അമ്പെയ്ത് വീഴ്ത്തിക്കൊള്ളാം. പ്രഭു, ആ പർവ്വതത്തിന് പിന്നിലാണ് കിഷ്കിന്ധയുടെ കോട്ടയുള്ളത്. അതേ പ്രഭു, അവിടെ നിന്ന് ശബ്ദം പുറപ്പെടുവിച്ചാൽ ആ ശബ്ദം എതിരെയുള്ള പർവ്വതങ്ങളിൽ പ്രതിധ്വനിക്കും. അതുമാത്രമല്ല, ആ പ്രതിധ്വനി കിഷ്കിന്ധയുടെ കോട്ടയ്ക്കകത്ത് വളരെ വ്യക്തമായി തന്നെ കേൾക്കാൻ സാധിക്കും. ശത്രുക്കൾ പടയൊരുക്കത്തോടെ വന്നു കഴിഞ്ഞാൽ ആ പടയുടെ ആരവങ്ങളെല്ലാം തന്നെ ഈ പർവ്വതങ്ങളുടെ പ്രതിധ്വനികൾ ചാരന്മാർക്ക് മുന്നേ തന്നെ ബാലിയെ അറിയിച്ചുകൊള്ളും. അത് കേട്ട് തന്റെ പടയോടൊപ്പം രഹസ്യമായി വന്ന് എതിരാളികളായ പടയെ ചുറ്റി വളഞ്ഞ് വിരട്ടി ഓടിച്ചിരിക്കും ബാലി. അതുകൊണ്ടാണ് കിഷ്കിന്ധയ്ക്കെതിരെ പടയൊരുക്കുന്ന കാര്യം ഓർക്കുമ്പോഴേ ശത്രുക്കളെല്ലാം പേടിച്ച് നടുങ്ങുന്നത്. അതുകൊണ്ട് ബാലിയും ശത്രുക്കളുടെ ശല്യമില്ലാതെ സന്തോഷത്തോടെ വാഴുകയാണവിടെ. ശരിയാണ്. ഒരു നാടിനെ വേടന്മാരും മലയന്മാരും സ്വന്തം ദേശം മാത്രമാണ് സംരക്ഷിക്കുക എന്ന് കേട്ടിട്ടുണ്ട്. കിഷ്കിന്ധയെ പർവ്വതങ്ങളുടെ പ്രതിധ്വനി പോലും രക്ഷിക്കുമെന്ന നിലയാണ്. നല്ലത് സുഗ്രീവ, ഞങ്ങൾ ഈ പാറകൾക്ക് പിന്നിലായി മറഞ്ഞു നിന്നോളാം. നീ ചെന്ന് ബാലിയോട് യുദ്ധം ചെയ്യുവാനായി വെല്ലുവിളിക്കൂ. നിന്റെ വെല്ലുവിളി കേട്ട് ബാലി വന്ന് നിന്നോട് യുദ്ധം ചെയ്യുകയില്ലേ? ആ സമയത്ത് സാഹചര്യം നോക്കി ബാലിയെ എന്റെ ഒരേ ഒരു അമ്പുകൊണ്ട് വീഴ്ത്താം ഞാൻ. വൈകിക്കണ്ട, ചെന്നാലും. അങ്ങനെ ആകട്ടെ പ്രഭു.
ഹനുമാൻ, പ്രഭു, കൽപ്പിച്ചാലും. നമ്മളെല്ലാവരും ഒരേയിടത്ത് കൂടി നിന്നാൽ ബാലി ചിലപ്പോൾ അത് കണ്ടെന്നു വരാം. ആയതിനാൽ നിങ്ങൾ തൊട്ടടുത്ത് അവിടവിടായി ഒളിഞ്ഞിരിക്കൂ. ഞാൻ വിളിക്കുമ്പോൾ മാത്രം നിങ്ങൾ വന്നാൽ മതി. ലക്ഷ്മണൻ മാത്രം എന്റെ കൂടെ നിൽക്കട്ടെ. അങ്ങനെയാവട്ടെ പ്രഭു, അങ്ങനെ തന്നെ ചെയ്യാം. നീല, ജാംബവാനെ, വന്നാലും നമുക്ക് അവിടെയുള്ള പാറക്കൂട്ടത്തിന് പുറകിലായി മറഞ്ഞു നിൽക്കാം. വന്നാലും വന്നാലും. എടാ ബാലി, വാടാ, വന്ന് യുദ്ധം ചെയ്യ. എടാ ബാലി, പുറത്തേക്ക് വാടാ. എടാ ബാലി, യുദ്ധം ചെയ്യാൻ വാടാ.
ധൈര്യമുണ്ടെങ്കിൽ യുദ്ധത്തിന് വാ. എന്ത്? ഇത് സുഗ്രീവന്റെ ശബ്ദമല്ലേ? എടാ ബാലി, യുദ്ധം ചെയ്യാൻ വാടാ. ഓഹോ, അടികൊണ്ടോടിയ ചെന്നായ വീണ്ടും വന്ന് ഓരിയിടുന്നോ? ഉടപ്പിറന്നവനെന്ന വാക്കിന് കളങ്കം വരുത്തിയവൻ, മഹാ അഹങ്കാരി, ഞാനിതാ വരികയാണ്. പ്രഭു, നിന്നാലും. താരേ, ദിവസം തോറും ശിവപൂജ കഴിഞ്ഞ ശേഷം സ്നേഹത്തോടെ താരേ താരേ എന്ന് വിളിച്ചുകൊണ്ട് അടിയനെ അന്വേഷിച്ചു വരുന്ന അങ്ങ് ഇന്ന് അതിന് വിപരീതമായി ആവേശത്തോടെ എവിടേക്കാണ് പോകുന്നത്? അതോ, ഇന്നലെ വരെ ഭഗവാനെ പൂജിച്ച ശേഷം എന്നോട് സ്നേഹവും കരുതലുമുള്ള എന്റെ ധർമ്മപത്നിയായ നിന്നെ കാണുവാനാണ് ഞാൻ വന്നിരുന്നത്. പക്ഷെ ഇന്ന് സ്നേഹത്തെ കുഴി തോണ്ടി മൂടിയ ഒരു പാപിയെ കാണാൻ പോവുകയാണ്. പ്രഭു, താങ്കൾ എന്താണീ പറയുന്നത്? താരേ, ജ്യേഷ്ഠൻ വധിക്കപ്പെട്ടു എന്ന് കളവ് പറഞ്ഞ് പ്രജകളെ കബളിപ്പിച്ച് രാജപദവി കയ്യേറിയതിന്റെ പേരിൽ അന്ന് ഞാൻ അടിച്ചോടിച്ചു വിട്ടില്ലേ, ആ സുഗ്രീവൻ ഇന്ന് വീണ്ടും വന്ന് യുദ്ധത്തിന് വാടാ ബാലി എന്ന് പറഞ്ഞ് എന്നെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വാമി, അവിടുന്ന് തന്നെയല്ലേ സുഗ്രീവന്റെ പത്നി ഒരുമയെയും ഈ നാട്ടിലുള്ള അവന്റെ പങ്കും കവർന്നുകൊണ്ട് അവനെ പർവ്വത ഗുഹകളിലേക്ക് വിരട്ടി ഓടിച്ചത്? താരേ, നീ എന്താണ് ഈ വിധം സംസാരിക്കുന്നത്? മൂത്ത ജ്യേഷ്ഠൻ രാജാവായിരിക്കുമ്പോൾ അനുജൻ രാജകുമാരനായി തന്നെ ഇരിക്കണ്ടേ? ആ വരമ്പ് മറികടന്ന് അവന്റെ കൂട്ടാളികളുടെ അനാവശ്യമായ ഉപദേശങ്ങളിലൂടെ സുഗ്രീവൻ അത്യാഗ്രഹം പിടിപെട്ടിരുന്നു. ആ ഒരു കാരണം കൊണ്ടാണ് ഞാൻ അവനെ ശിക്ഷിച്ചത്. സുഗ്രീവൻ ചെയ്ത തെറ്റുകൾ കാരണം അവന്റെ പത്നിയും കാനനത്തിൽ ചെന്ന് ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല എന്ന് വിചാരിച്ചാണ് അവളെ മാത്രം ഇവിടെ വസിക്കാൻ അനുവദിച്ച് അവളുടെ സംരക്ഷണം നിന്നെ ഞാൻ ഏൽപ്പിച്ചത്. സ്വാമി, അങ്ങ് ഈ വിധം പറയുന്നു. ആരെന്ത് പറഞ്ഞാലും വിശ്വസിച്ച് വരുന്ന നമ്മുടെ പ്രജകളിൽ ചിലർ സുഗ്രീവൻ പറയുന്നത് വിശ്വസിച്ച് അങ്ങയെ എങ്ങനെയൊക്കെയാണോ നിന്ദിക്കുന്നത്, അതിനെക്കുറിച്ചാണ് ഞാനിപ്പോൾ അങ്ങയോട് പറഞ്ഞത്. അതുകൊണ്ടല്ലേ ഹനുമാനെപ്പോലെയുള്ള ജ്ഞാനികളെല്ലാം ആ സുഗ്രീവനെ ആദരിക്കുന്നത്? താരേ, ഹനുമാന് അവന്റെ ബലം അവൻ അറിയാതെ പോകട്ടെ എന്ന് പണ്ട് മുനിവര്യന്മാർ കൊടുത്ത ഒരു ശാപമുണ്ട്. അതുകൊണ്ടാണ് അവൻ കുട്ടിക്കളി എന്ന വണ്ണം ആ സുഗ്രീവനൊപ്പം അലഞ്ഞു തിരിയുന്നത്. ഒരുപക്ഷെ ഹനുമാൻ ആ ശാപമില്ലായിരുന്നെങ്കിൽ ഈ പ്രപഞ്ചത്തിന്റെ തന്നെ ജ്ഞാനഗുരുവായി മാറിയേനെ. എന്തായാലും ഞാൻ ചെന്ന സുഗ്രീവനെ ഒന്ന് കണ്ടിട്ട് വരാം. അവിടുന്നിപ്പോ സുഗ്രീവനെ വധിക്കാൻ പോവുകയാണോ? അങ്ങനെ ഒരു ഉദ്ദേശം എനിക്കുണ്ടായിരുന്നെങ്കിൽ അത് അന്ന് തന്നെ എനിക്കാവാമായിരുന്നല്ലോ താരേ. ഞങ്ങളുടെ മാതാവ് സുഗ്രീവനെ എന്നെ ഏൽപ്പിക്കുന്ന സമയത്ത് അവനെ എന്നും സംരക്ഷിക്കും എന്ന് ഞാൻ നൽകിയ വാക്ക് ഇന്നും എന്റെ നെഞ്ചിൽ അങ്ങനെ തന്നെ ഇരിപ്പുണ്ട്. ആ ഒരു കാരണം കൊണ്ടാണ് അവനോട് ഞാൻ എന്റെ പുത്രനായ അംഗദനേക്കാൾ കൂടുതൽ വാത്സല്യം ഞാൻ കാണിച്ചത്. അവന്റെ മനസ്സിലെ അത്യാഗ്രഹം നശിക്കാൻ വേണ്ടിയാണ് പർവ്വതശിഖരങ്ങളിലേക്ക് ഞാൻ അവനെ അടിച്ചോടിച്ചത്. ഇപ്പോഴും ഞാൻ ആ മഠയനെ ഉപദേശിക്കാൻ വേണ്ടി തന്നെയാണ് പോകുന്നത്. സ്വാമി, അവിടുന്ന് നല്ല മനസ്സോടു കൂടിയാണ് ചെല്ലുന്നത്. എന്നാൽ അങ്ങയുടെ അനുജനോ അങ്ങയെ വധിക്കാനായി ഒരു മിത്രത്തെയും കൂട്ടിയല്ലേ വന്നിരിക്കുന്നത്? എന്ത്? മഹാവഞ്ചകനായ സുഗ്രീവന് മിത്രമോ? ആരാണവൻ? അയോധ്യയിലെ രാജകുമാരനായ രാമനാണത്രേ. അനുജനോടും സ്വന്തം പത്നിയോടുമൊപ്പം വനത്തിൽ തപസ്സനുഷ്ഠിക്കാൻ വന്നിടത്ത് രാമന്റെ ധർമ്മപത്നിയായ സീതയെ അസുരനായ രാവണൻ അപഹരിച്ചുകൊണ്ടുപോയത്രേ. രാമൻ സീതയെ തേടിപ്പോകുന്ന മാർഗമധ്യേ സുഗ്രീവനെ കണ്ടുമുട്ടി. മിത്രങ്ങളായി മാറിയിരിക്കുന്നു. സഹായിക്കാമെന്നും വാക്കുകൊടുത്തിട്ടുണ്ട്. ആ മിത്രം കൂടെയുണ്ടെന്നുള്ള ധൈര്യത്തിലാണ് സുഗ്രീവനിപ്പോൾ വെല്ലുവിളി ഉയർത്തുന്നതെന്നാണ് തോന്നുന്നത്. രാമൻ സുഗ്രീവന്റെ പക്ഷത്താണെന്ന് നിന്നോട് ആരാണ് പറഞ്ഞത്? പിതാവേ, അത് ഞാനാണ് പറഞ്ഞത്. അംഗദനോ? വരൂ മകനെ. മകനെ, ഒരു ബാലകനായ നിന്നോട് ഈ ഉപദേശങ്ങളെല്ലാം ആരാണ് പറഞ്ഞത്? സ്വാമി, ഋഷ്യമുഖ പർവ്വതത്തിൽ നിന്ന് പുറത്തേക്ക് വന്ന അങ്ങയുടെ അനുജൻ സുഗ്രീവനെയും മറ്റുള്ളവരെയും മറഞ്ഞിരുന്ന് വീക്ഷിച്ചുകൊണ്ടിരുന്ന നമ്മുടെ ചാരന്മാരാണ് ഈ വിഷയങ്ങളെല്ലാം തന്നെ ഞങ്ങളോട് വന്ന് പറഞ്ഞത്. സ്വാമി, ആ രാമൻ വലിയ വില്ലാളി വീരനാണത്രേ. അവന്റെ അനുജൻ ലക്ഷ്മണൻ പോലും വിൽവിദ്യയിൽ കഴിവ് തെളിയിച്ചവനാണ്. നമ്മുടെ കുടുംബകാര്യത്തിൽ ഇങ്ങനെ മൂന്നാമതൊരാൾ തലയിടുന്നത് നമ്മൾ എന്തിനനുവദിക്കണം? അതിന് വിപരീതമായി നമ്മൾ തന്നെ സുഗ്രീവനെ വിളിപ്പിച്ച് നല്ല ബുദ്ധി പറഞ്ഞുകൊടുത്ത് നാടിന്റെ പകുതി ഭാഗം അവനെ ഏൽപ്പിച്ച് അവന്റെ പത്നിയെയും അവനോടൊപ്പം പറഞ്ഞയക്കാമല്ലോ. നീ എന്താണ് പറഞ്ഞത്? വളർത്തിയവന്റെ മാർ തന്നെ പിളർന്നു നോക്കാൻ ശ്രമിച്ച ആ വഞ്ചകനോട് കരുണ കാട്ടാനോ?
താരേ, നീ എന്റെ പത്നിയായതുകൊണ്ടാണ് രക്ഷപ്പെട്ടത്. വേറെ ആരെങ്കിലുമാണിത് പറഞ്ഞിരുന്നെങ്കിൽ പറഞ്ഞു തീരുന്നതിന് മുമ്പ് അവരുടെ ശിരസ് ഛേദിച്ച് യമപുരിയിലേക്ക് അയക്കുമായിരുന്നു ഞാൻ. മനസ്സിലായോ? കോപിക്കരുതേ സ്വാമി. നമ്മുടെ വിഷയത്തിൽ രാമനെ പോലെയുള്ള മറ്റുള്ളവർ തലയിടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ഒരു ആലോചന മുന്നോട്ട് വെച്ചത്. താരേ, ആ രാമനെ പറ്റി എനിക്ക് വളരെ നന്നായിട്ടറിയാം. അവൻ പേരുകേട്ട വീരൻ മാത്രമല്ല, വളരെ ചിട്ടയോടെ നീതിശാസ്ത്രത്തെ വളരെ നന്നായിട്ടറിയാവുന്നവനാണ്. പിതാവ് അവന് വെച്ച് നീട്ടിയ രാജപദവി പോലും വേണ്ടാന്ന് വെച്ച് തപസ്സനുഷ്ഠിക്കാനായി കാട്ടിലേക്ക് പോയ ധർമ്മവാനാണ്. ഞാനും ധർമ്മത്തിൽ നിന്നും ഒട്ടും വ്യതിചലിക്കാത്തവനാണ്. ആയതിനാൽ ഒരു ധർമ്മം മറ്റൊരു ധർമ്മത്തെ ഒരിക്കലും നശിപ്പിക്കില്ല. ഉറപ്പായും അങ്ങനെ ഉണ്ടാവില്ലെന്ന് ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് ഞാൻ. രാമൻ ഒരു കാരണവശാലും നമ്മുടെ വിഷയത്തിൽ തലയിടില്ല. നീ ധൈര്യമായിട്ടിരിക്കുക. ഞാൻ പോയിട്ട് വരാം. സ്വാമി, എന്താ